മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്ക് സമീപം അങ്ങാടിപ്പുറം എന്ന സ്ഥലത്തുള്ള പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ് തിരുമാന്ധാംകുന്ന് ശ്രീ ഭഗവതി ക്ഷേത്രം. തിരുമാന്ധാംകുന്ന് മഹാദേവ ക്ഷേത്രം എന്നും ഇത് അറിയപ്പെടുന്നു. വള്ളുവക്കോനാതിരിമാരുടെ കുലദൈവവും സാക്ഷാൽ ആദിപരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയാണ് ഇവിടുത്തെ മുഖ്യപ്രതിഷ്ഠ. തുല്യ പ്രാധാന്യത്തോടെ ശ്രീ പരമേശ്വരനും ഇവിടെയുണ്ട്. വലുതും മനോഹരവുമായ ശിവലിംഗ പ്രതിഷ്ഠ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഇതേപ്പറ്റി ധാരാളം ഐതിഹ്യ കഥകളുമുണ്ട്. ശിവശക്തി ഭാവത്തിൽ ആരാധന നടക്കുന്ന ക്ഷേത്രമാണ് ഇതെന്ന് പറയാം. എന്നാൽ തിരുമാന്ധാംകുന്നിലമ്മ എന്നറിയപ്പെടുന്ന ഭഗവതിക്കാണ് ഇവിടെ കൂടുതൽ പ്രസിദ്ധി. പ്രതിഷ്ഠ ഭദ്രകാളിയാണെങ്കിലും മഹാസരസ്വതി, മഹാലക്ഷ്മി, ഭുവനേശ്വരി തുടങ്ങി ആദിപരാശക്തിയുടെ പ്രധാന ഭാവങ്ങളിലും ആരാധിക്കപ്പെടുന്നു. ഭഗവതിയുടെ ശ്രീകോവിലിൽ തന്നെ സപ്തമാതൃക്കളുടെ പ്രതിഷ്ഠയുമുണ്ട്. ബ്രാഹ്മി, വൈഷ്ണവി, മഹേശ്വരി, ഇന്ദ്രാണി, വാരാഹി, പഞ്ചമി, ചാമുണ്ഡി തുടങ്ങിയ 7 പേരാണ് സപ്തമാതാക്കൾ അല്ലെങ്കിൽ സപ്തമാതൃക്കൾ. വിഘ്നേശ്വരനായ ഗണപതിയും ഇവിടെ പ്രത്യേക പ്രാധാന്യമുള്ള ഉപദേവനാണ്. പ്രസിദ്ധമായ മംഗല്യപൂജ നടക്കുന്നത് ഗണപതിയുടെ സന്നിധിയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ ഭദ്രകാളി പ്രതിഷ്ഠയാണ് തിരുമാന്ധാംകുന്നിലേത്. മംഗല്യസിദ്ധിക്കും ദുരിതമോചനത്തിനും ഭക്തർ ആശ്രയിക്കുന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രം കൂടിയാണ് തിരുമാന്ധാംകുന്ന് ദേവീക്ഷേത്രം. ഈ ക്ഷേത്രം പാലിച്ചു പോന്നിരുന്നതും വള്ളുവനാട് രാജാക്കന്മാരായിരുന്നു. പരശുരാമൻ സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന 108 ശിവക്ഷേത്രങ്ങളിൽ ഉൾപ്പെടുന്ന ശിവക്ഷേത്രമാണ് ഇത്. കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വെച്ച് പ്രാധാന്യമുള്ള 3 പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുമാന്ധാംകുന്ന്. മലബാറിൽ തിരുമാന്ധാംകുന്നും കൊച്ചിയിൽ കൊടുങ്ങല്ലൂരും തിരുവിതാംകൂറിൽ പരുമല പന്നയാർക്കാവും ഏകദേശം തുല്യ പ്രാധാന്യത്തോടെ കീർത്തിപ്പെട്ടു പോരുന്നതാണ്. 3 ഭദ്രകാളി വടക്കോട് ദർശനമായാണ് കുടികൊള്ളുന്നത്. 3 ദാരു വിഗ്രഹങ്ങളാണ്. മാത്രവുമല്ല, ശിവസാന്നിധ്യവും 3 3 108 ശിവാലയങ്ങളിൽ പെടുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ഈ മഹാക്ഷേത്രമുള്ളത്. ചൊവ്വ, വെള്ളി, പൗർണമി, അമാവാസി ദിവസങ്ങളും മലയാളം ഇംഗ്ലീഷ് മാസങ്ങളിലെ 1-ാം തീയതി തുടങ്ങിയവ ദർശനത്തിന് പ്രധാനമാണ്.